എടാ എങ്ങനെയാടാ അവൾക്ക് എന്നെ ഇഷ്ടമാണോന്നറിയുക? നീ അവളെ പ്രേമിക്കുന്ന കാര്യം അവളൊന്നും അറിയണ്ടേടാ ആദ്യം. എടാ കഴിഞ്ഞ 275 ദിവസം ഞാൻ അവളെ പ്രണയത്തോടെ ഇങ്ങനെ നോക്കിയല്ലേ. അവക്കൂടെ തോന്നണ്ടായിരുന്നേ. ഒരു ഐഡിയ ഉണ്ട്. പയ്യൻ ഒറ്റ മോന്, സ്വത്തുക്കൾ ഇഷ്ടം പോലുണ്ട്. ഇത് നടന്നു കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം. എന്തായാലും മോള് വരട്ടെ, മോളോടൊന്ന് ചോദിച്ചു നോക്ക്. മോക്ക് ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, അവക്കൂടെ ഇഷ്ടപ്പെടണ്ടേ. അവളിങ്ങോട്ടൊന്ന് വരട്ടെ. ഇതൊന്ന് കണ്ടു നോക്കടേ, നിനക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. ചെറുക്കന് UK ബിസിനസ് ആണെന്ന്. എനിക്കൊരു അച്ഛനുണ്ടല്ലോ, അത് മതി. മോളെ ഇത് ഫോട്ടോയിൽ പ്രായം തോന്നിക്കണതാ, നേരിട്ട് അത്ര ഒന്നും ഇല്ല. അതിനമ്മ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് പിന്നെ ഞങ്ങള് നോക്കിട്ട് ഇത് നല്ലൊരു ആലോചനയാ. കെട്ട് കഴിഞ്ഞാൽ നിനക്കും പോകാം UK. UK പോകാനാണെങ്കിൽ എനിക്ക് ആളെ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾക്ക് കൊടുക്കുന്ന സ്ത്രീധനം ഉണ്ടെങ്കിൽ എനിക്ക് UK പോയിട്ട് തിരിച്ചു വരാം. എന്നാലും അങ്ങനെ അല്ലല്ലോ മോളെ. ഓ, അമ്മയ്ക്ക് നാളെ കുടുംബശ്രീക്ക് പോകുമ്പോ മോള് UK കെട്ടുന്നെന്നുള്ള പൊങ്ങച്ചം പറയാനല്ലേ? നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കേ, നമുക്ക് നടത്താവുന്നേ. എന്തിനാ ഇത്ര ടെൻഷൻ? അപ്പൊ ഇത് നടക്കുക അല്ലേ? ഞാനെന്നാ പോയേക്കുക. നാളെ വേറെ നല്ലൊരു ആലോചനയായിട്ട് വരാം. എടാ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എവിടെ? അവരുടെ വീട്ടിലുള്ള വഴിയായിരിക്കും അല്ലേ? അതൊക്കെ അറിയാം. നീ തന്നെ ഒരു 999 പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടില്ലടാ. ആ ബസ് സ്റ്റോപ്പിന് എത്ര ഭംഗി വരാൻ കാരണം എന്താ? അവള് സ്ഥിരമായിട്ട് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറുന്നുണ്ടായിരിക്കും അല്ലേ? കറക്റ്റ്. ആ KSRTC ബസ്സിന് ഇത്ര ഭംഗി വരാൻ കാരണം എന്താ? ഒരൊറ്റ ചവിട്ടിനെ വെള്ളത്തിലിടും കേട്ടോ. അതുകൊണ്ടല്ല, എടാ അവൾ ആ ബസ് യാത്ര ചെയ്യുന്നുണ്ട്. എടാ നിക്കണ ഞാനും വരുന്നില്ല. എന്ത് പടങ്ങ് പിണങ്ങോ? എന്താടാ നിന്റെ ഈ ഒരു കാര്യം? ഇന്നത്തോണ്ടൊരു തീരുമാനം ഈ കൊണ്ട് ചെല്ലുന്ന ആലോചനക്ക് ഇങ്ങനെ മുടങ്ങി പോകുന്നുണ്ട്. ചേട്ടനൊരു ലജ്ജ തോന്നുന്നില്ല ചേട്ടാ? നീ ആ രാമകുട്ടിയുടെ മോനല്ലടാ? അതെന്തേലും ആവട്ടെ, ഈ കല്യാണം നടക്കാൻ ഞാനൊരു ചെക്കനെ തരാം. ഇതെന്തായാലും ആ പെണ്ണിന് ഇഷ്ടപ്പെടും. ഇതാരടാ? അതൊക്കെ ഉണ്ട് ചേട്ടാ, ചേട്ടന് കല്യാണം നടന്നാ പോരെ? മതി, എനിക്കത് മതി.
ഈ മാട്രിമോണി കാലത്തും ബ്രോക്കർമാർ വിചാരിച്ച വല്ലതും നടത്താൻ പറ്റുമോ ഞാൻ കാണിച്ചു തരാം. അതെ. എടാ എന്തായി? എടാ നാളത്തോണ്ട് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ആ ഉറപ്പായിട്ടും. ആ അതേടാ. ആഹാ, എന്തുകൊണ്ട് മനസ്സിൽ നല്ല സന്തോഷത്തിലാണല്ലോ മുഖം കണ്ടത്. ഇന്ന് കൊണ്ടൊരു നാലാമത് നടക്കുമെന്ന് തോന്നല്ലോ. ഈ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കി. മോളിതൊന്ന് നോക്കി. ഇതെന്തായാലും നടക്കുമെന്നാ തോന്നുന്നത്. നടക്കാതെ എവിടെ പോകാനാണ്? അടിപൊളി ഒരു പയ്യനെ എനിക്ക് കൊണ്ട് തന്നെ. ഞാൻ എന്നാ പോയേക്കും. ഡാടാ ഞാനിപ്പോ വരാം. മനോട്ടാ മനോട്ടെ പോവല്ലേ? എന്താ മനോട്ടാ? എന്ത് പറഞ്ഞോള്? എന്താ അവന്? അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. നിനക്ക് സമാധാനമായില്ലേ? അങ്ങനെ പറഞ്ഞ അങ്ങനെ ഒരു വഴിയില്ലല്ലേ. നിന്റെയൊക്കെ വാക്കും കേട്ടുപോയ എന്നെ പറഞ്ഞാ മതി. എന്തായി? എന്താടാ? അത് പിന്നെ അല്ലെങ്കിൽ ഈ പ്രേമം കൊപ്പൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലടാ. പ്രേമിക്കാൻ അറിയത്തില്ലെങ്കിൽ സ്നേഹിക്കാൻ പോരുത്. എന്റെ തെറ്റ. പോവല്ലേ? നീ വിഷമിക്കല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാടാ. നിക്കടാ. ഹലോ, അതെ ഇയാളെ തന്നെയാ. എന്താ നിന്റെ ഉദ്ദേശം? അത് പിന്നെ ശ്രീമാൻ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ ഐഡിയ പോയപ്പോ. നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ? മൂറ്റുനോട്ടം. പിന്നെന്താണ് നിനക്ക് എന്നോട് പറഞ്ഞാല്? എന്നും പറയണമെന്ന് എഴുതി ഇറങ്ങുന്നതാണ്. പക്ഷെ തന്നെ കാണുമ്പോൾ ശബ്ദം പുറത്തേക്ക് ഇരുന്നില്ല. സത്യം പറയാല് പേടിച്ചിട്ട. അതാ അങ്ങനെ ഒരു ഐഡിയ നോക്കിയത്. എങ്ങനെ?
അവൾക്ക് ആ ആലോചന സമ്മതമാണെന്ന്. എടോ അവൾക്ക് ആ ആലോചന സമ്മതമാണെന്ന്. എടാ അവൾക്ക് ആലോചന സമ്മതമാണ്. താങ്ക് യു ശ്രീരാമ, ശ്രീമാനെ. അയ്യ ചെക്കൻ്റെ നാണം കണ്ടില്ലേ? അയ്യോ, പെണ്ണിന്റെ നാണം കണ്ടില്ലേ?